ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കഥ ഇന്ന് വരെ എന്ന് പറയുന്ന മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ രാമചന്ദ്രനെയാണ്. ഒരു സർക്കാർ ഓഫീസിലെ പ്യൂണായിരുന്ന രാമചന്ദ്രൻ ഇതുവരെയും കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾക്ക് 49 വയസ്സായി. ചിട്ടയായ ജീവിതശൈലിയുള്ള രാമചന്ദ്രന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, തനിക്ക് ഇനിയെങ്കിലും വിവാഹം കഴിച്ചുകൂടെ, ഈ ജോലിയൊക്കെ തന്റെ ഭാര്യ ചെയ്തു തരില്ലേ എന്ന്. ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? എന്നാൽ അതിനെല്ലാം തന്നെ ഒരു പുഞ്ചിരി മാത്രമായിരുന്നു രാമചന്ദ്രന്റെ മറുപടി. രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ രാമചന്ദ്രന്റെ പഴയ സ്കൂട്ടർ വീണ്ടും പണി കൊടുത്തു. തന്റെ സുഹൃത്തിന്റെ കടയിൽ അത് നന്നാക്കാൻ കൊടുത്തിട്ട് ബസ്സിലാണ് രാമചന്ദ്രൻ ഓഫീസിലേക്ക് പോകുന്നത്. തിരുവനന്തപുരത്ത് ജിയോളജി ഡിപ്പാർട്ട്മെന്റിലെ പ്യൂണായിരുന്നു രാമചന്ദ്രൻ. ഓഫീസിലെത്തിയ ഉടനെ അയാൾ അയാളുടെ ജോലിയിലേക്ക് കിടക്കുന്നു. അന്ന് അവിടെ പുതുതായിട്ടൊരു ഓഫീസർ ചാർജ് എടുക്കുന്ന ദിവസമാണ്. അവിടെയുള്ള എംപ്ലോയീസിൽ നിന്നും രാമചന്ദ്രൻ അറിയുന്നു, പാലക്കാട് നിന്നും ട്രാൻസ്ഫർ ആയി വരുന്ന ഏതോ ഒരു സ്ത്രീയാണ് പുതിയ ഓഫീസർ എന്ന്. കഥ അവിടെ നിന്നും പാലക്കാട്ടേക്ക് പോകുന്നു. ശില്പങ്ങൾ ഉണ്ടാക്കി വിറ്റുകൊണ്ടിരുന്ന സംസാരശേഷി അധികമില്ലാത്ത വാസു എന്ന് പറയുന്ന ആളുടെ മകനായ രാമുവിനെയാണ് കാണിക്കുന്നത്. അവനന്ന് പതിവിൽ നേരത്തെ സ്കൂളിലേക്ക് ഇറങ്ങി. ക്ലാസ്സിൽ പഠിക്കുന്ന ജാനകി എന്ന് പറയുന്ന പെൺകുട്ടിയെ അവൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ കാണാൻ വേണ്ടിയിട്ട് ആ മഴയത്തും അവൻ അവിടെ കാത്തുനിന്നു. എന്നാൽ ജാനകി ഇന്നേ വരെ അവനോട് സംസാരിച്ചിട്ടില്ല. എന്നെങ്കിലും ഒരിക്കൽ തന്റെ സ്നേഹം അവൾ മനസ്സിലാക്കുമെന്ന് രാമു കൂട്ടുകാരനോട് പറയുന്നു. കഥ അവിടെ നിന്നും പിന്നീട് കാണിക്കുന്നത് ആലപ്പുഴയിലാണ്. അവിടെ ഒരു പാർട്ടി ഓഫീസിലെ വലിയ നേതാവായിരുന്നു ശിവരാജൻ എന്ന് പറയുന്ന ആൾ. അവിടെ അടുത്തായിട്ടൊരു അമ്മയും മോളും ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ സജീവൻ എന്ന് പറയുന്ന ഒരാൾ പോയി സ്ഥിരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയും ശല്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ ആളെ ഒന്ന് നമ്മുടെ പിള്ളേരെ വിട്ട് കൈകാര്യം ചെയ്യണമെന്ന് ശിവരാജൻ തന്റെ അനുയായിയോട് പറയുന്നു. അവരുടെ പാർട്ടിയിലെ തന്നെ ജോസഫിനെയും അവർ കൂടെ കൂട്ടുന്നു. അതേസമയം ആലപ്പുഴയിൽ തന്നെ മറ്റൊരിടത്ത് ഉമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുന്നതാണ് കാണിക്കുന്നത്. അവൾ തന്നെ കോളേജിൽ നിന്നും തിരിച്ചു വരുന്നത് ബോട്ടിലായിരുന്നു. അതേ ബോട്ടിൽ തന്നെയായിരുന്നു നേരത്തെ പാർട്ടിക്കാർ അടിക്കാൻ തീരുമാനിച്ചിരുന്ന ആ സജീവനും ഉണ്ടായിരുന്നത്. ആ ബോട്ടിലുള്ള സ്ത്രീകളെയും അയാളുടെ കാമക്കണ്ണോട് കൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. കറക്റ്റ് ആ സമയത്ത് തന്നെ ജോസഫും കൂട്ടരും ബോട്ടിലേക്ക് കയറി വരികയും ഈ സജീവനെ അടിക്കുകയും ചെയ്യുന്നു. ശിവരാജൻ പറഞ്ഞ പ്രകാരം പണി കൊടുക്കാൻ വന്നതാണല്ലോ. എന്നാൽ ഇത് കണ്ടുകൊണ്ട് നിന്ന ഉമ്മയ്ക്കെന്തും മനസ്സിലായില്ല. 3-4 പേർ ചേർന്നിട്ട് ഒരാളെ ഇങ്ങനെ അടിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവൾ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അവളെ കാത്ത് കരയ്ക്കകട്ടെ അവളുടെ അച്ഛൻ നാരായണൻ നിൽപ്പുണ്ടായിരുന്നു. ഇവളിങ്ങനെ വഴക്കുണ്ടാക്കുന്ന കണ്ടിട്ട്, നീ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും നിൽക്കാതെ വീട്ടിലേക്ക് വന്ന് പറഞ്ഞിട്ട് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ബ്രാഹ്മൺ കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് ഉമ്മ. ഇവളുണ്ടാക്കിയ പ്രശ്നം കാരണം സജീവൻ കയ്യിൽ നിന്ന് പോയ ദേഷ്യത്തിലായിരുന്നു ജോസഫും കൂട്ടരും. ഇനി കഥ കാണിക്കുന്നത് വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ മദ്യഷോപ്പിൽ ജോലി ചെയ്യുന്ന ഈ വ്യക്തിയുടെ പേര് നമ്മളോട് പറയുന്നില്ല. ഇയാളുടെ മദ്യഷോപ്പിലേക്ക് സ്ഥിരമായിട്ട് മദ്യം വാങ്ങാൻ ഒരു പെൺകുട്ടി വരും. ദൂരെ വന്ന് നിൽക്കുകയുള്ളൂ. ഇയാളായിരുന്നു സ്ഥിരം മദ്യം അവളുടെ അടുത്ത് എത്തിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 1 വർഷമായിട്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം പെൺകുട്ടിയായ അവളുടെ കണ്ണ് മാത്രമേ അയാൾ പുറത്ത് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണുകളെയാണ് അയാൾ പ്രണയിക്കാൻ തുടങ്ങിയതും. 1 വർഷമായിട്ടും തന്റെ ഉള്ള പ്രണയം അവളോട് ഇതുവരെ അയാൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നെങ്കിലും ഒരിക്കൽ താനത് തുറന്നു പറയുമെന്ന് തന്റെ കൂട്ടുകാരോടും അയാൾ പറയുന്നു. കഥ വീണ്ടും ട്രിവാൻഡ്രത്തേക്ക് കാണിക്കുകയാണ്. പുതിയ ഓഫീസറായ സ്ത്രീയുടെ പേര് ലക്ഷ്മി എന്നായിരുന്നു. രാമചന്ദ്രൻ ഉൾപ്പെടെ എല്ലാവരും അവരെ പരിചയപ്പെടുന്നു. ആ നാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന രാമചന്ദ്രന് അവിടെ അടുത്തുള്ള ഒരുപാട് പേര് സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നു. അവരായിരുന്നു അയാളുടെ ബലവും ആശ്വാസവും എല്ലാം തന്നെ. കഥ വീണ്ടും പാലക്കാടെത്തി. സ്കൂളിലെത്തിയിട്ടും രാമുവിന് ജാനകിയോടൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ല. അന്ന് അവരുടെ ക്ലാസ്സിലേക്ക് പുതിയ ടീച്ചർ വന്നപ്പം എല്ലാവരെയും പരിചയപ്പെടുന്നുണ്ടായിരുന്നു. അവർ ഓരോരുത്തരുടെയും ഇഷ്ടപ്പെട്ട നിറം എന്താണൊക്കെ ടീച്ചർ ചോദിച്ചിരുന്നു. ജാനകിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം പിങ്ക് ആണെന്ന് രാമുവിന് മനസ്സിലായി. മാത്രമല്ല അവൾക്ക് പാട്ട് പാടുന്നതായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി. എന്നാൽ പല പാട്ടുകളും അവൾക്ക് കുറച്ച് വരി മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ദേവദാരു എന്ന് പറയുന്ന പാട്ട് അവൾ കുറച്ച് വരി ക്ലാസ്സിൽ വെച്ച് പാടുന്നു. ആ പാട്ടിന്റെ ഫുൾ പോർഷൻ അറിയാത്ത കാരണം നല്ലപോലെ അത് പഠിച്ചിട്ട് ഇനി ഒരിക്കൽ ഇവിടെ വന്ന് പാടണമെന്ന് ക്ലാസ് ടീച്ചർ അവളോട് പറയുന്നുണ്ട്. അതേസമയം ആലപ്പുഴയില് ജോസഫും കൂട്ടരും ഉമ്മയുടെ വീട് തിരക്കി എത്തിയിരുന്നു. അവൾ കാരണമാണല്ലോ സജീവൻ കയ്യിൽ നിന്ന് പോയത്. അതിന്റെ ദേഷ്യം തീർക്കാൻ വന്നതാണ്. എന്നാൽ അയൽവക്കത്തുള്ള ആൾക്കാരെ എല്ലാം വിളിച്ചിട്ട് ജോസഫിനെയും കൂട്ടരെയും അവൾ വരട്ടി ഓടിച്ചു. ഉമ്മയ്ക്ക് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ ഇങ്ങനെ ഓരോ പ്രശ്നത്തിൽ പോയി ചാടരുതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവളെ ഉപദേശിക്കുന്നു. കഥ വീണ്ടും വണ്ടിപ്പെരിയാറിലേക്ക് പോകുന്നു. ലിക്കർ ഷോപ്പിലെ നമ്മുടെ നായകന്റെ സുഹൃത്തുക്കളാകട്ടെ അവനോട് പറയുന്നുണ്ട്, ഇന്ന് രാത്രി ഒരു പെണ്ണിനെ ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നോട്ടെ എന്ന്. വേറൊരിടത്തും കൊണ്ടുപോകാൻ സൗകര്യമില്ല. നമുക്ക് 3 പേർക്കും വേണ്ടിയിട്ടുള്ള കാശ് കൊടുത്തിട്ടുണ്ട്. നീ ഒന്ന് സഹകരിച്ചാൽ മാത്രം മതി. കൂട്ടുകാരുടെ നിർബന്ധം കാരണം അവനത് സമ്മതിക്കേണ്ടതായി വരുന്നു. 3 പേരുടെ ആവശ്യം കഴിഞ്ഞിട്ട് കൂട്ടുകാർ പറയുന്നുണ്ട് ഇനി നീ ചെല്ലാൻ. എന്നാൽ അവൻ അതിലൊന്നും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും കൂട്ടുകാർ കളിയാക്കുമെന്ന് കരുതിയിട്ട് അവൻ അകത്തേക്ക് കയറി ചെല്ലുന്നു. ആ പെൺകുട്ടി കട്ടിലിൽ തന്നെ കിടക്കുകയായിരുന്നു. എന്നാൽ അവൻ പറയുന്നുണ്ട്, എനിക്കിതിലൊന്നും താല്പര്യമില്ല. ഞാൻ ആത്മാർത്ഥമായിട്ടൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുനേരം ഇവിടെ ഇരുന്നിട്ട് പുറത്തേക്ക് പോയിക്കൊള്ളാമെന്ന്. അതൊക്കെ കേട്ടതും അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ പറ്റി ചോദിക്കുന്നു. സ്ഥിരമായിട്ട് ലിക്കർ ഷോപ്പിൽ വരുന്ന പെൺകുട്ടിയാ. 1 വർഷമായിട്ട് ഞാൻ അവളുടെ കണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ. താനെന്താ ഇതുവരെയും ഇഷ്ടം തുറന്നു പറയാത്തെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ധൈര്യം എനിക്കില്ല എന്നാണ് അവൻ പറയുന്നത്. ഒരു കാര്യം ചെയ്യും, മദ്യപിക്കുമെങ്കിൽ 2 അടിച്ചിട്ട് പോയി നീ ആ കാര്യം അങ്ങ് തുറന്നു പറ. അല്ലാതെ ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒടുവിൽ അവൾ കൊടുത്ത ധൈര്യം കൂടിയായപ്പോഴേക്കും അവൻ ആ പെൺകുട്ടിയോട് തന്റെ ഇഷ്ടം തുറന്നു പറയാൻ തീരുമാനിക്കുകയാണ്. ഇവിടെ ട്രിവാൻഡ്രത്തെ രാമചന്ദ്രനാകട്ടെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാതെ ഉച്ചസമയത്ത് മാറിയിരുന്ന ആഹാരം കഴിക്കുന്ന കണ്ടിട്ട് ലക്ഷ്മി അതിനെ ചോദ്യം ചെയ്യുന്നു. പിയൂണായതുകൊണ്ടാണ് അവനങ്ങനെ മാറിയിരിക്കുന്നത് മനസ്സിലാക്കിയതും തനിക്കതൊന്നും ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അവരുടെ ടേബിളിലേക്ക് രാമചന്ദ്രൻ
രാമചന്ദ്രനെ കൂടെ വിളിക്കുന്നു. ബാക്കിയുള്ളവർക്കൊന്നും അതത്ര താല്പര്യമുണ്ടായിരുന്നില്ല. ലക്ഷ്മി തന്നെപ്പറ്റി സംസാരിക്കുന്നിടയിൽ പറയുന്നുണ്ട് തന്റെ ഹസ്ബൻഡ് മരിച്ചുപോയതാണെന്നും 20 വയസ്സുള്ളൊരു മകളുണ്ടെന്നും. രാമചന്ദ്രനോട് സംസാരിക്കാൻ ലക്ഷ്മിക്ക് ഇഷ്ടമായിരുന്നു. എന്നാൽ രാമചന്ദ്രൻ ലക്ഷ്മിയോട് സംസാരിക്കുന്നതെല്ലാം തന്നെ കൂടെയുള്ളൊരു വ്യക്തി തടയുന്നു. പ്യൂണായതുകൊണ്ട് അവനങ്ങനെ സംസാരിക്കുന്നത് അയാൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം ലക്ഷ്മി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കഥ വീണ്ടും പാലക്കാടേക്ക് കാണിക്കുന്നു. വാസു മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയായിരുന്നു ശില്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നല്ലൊരു ശില്പിയായിരുന്നു വാസു. അയാൾ മുൻപ് ജോലി ചെയ്തിരുന്നിടത്തു നിന്നും അയാൾ പോയതോടുകൂടി ആ മുതലാളിക്ക് കച്ചവടം കുറഞ്ഞു. ഇപ്പോൾ ജോലി ചെയ്യുന്നിടത്താകട്ടെ വാസുവിനെ കൊണ്ട് ഇവിടുത്തെ മുതലാളിക്ക് നല്ല ഗുണവുമുണ്ട്. ഇഷ്ടം പോലെ കാശും ഓർഡറും കിട്ടുന്നു. എന്നാൽ അതിനനുസരിച്ചുള്ള കൂലി ഒന്നും തന്നെ വാസുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. 1 വർഷമായിട്ടും ഒരേ കൂലി തന്നെയാണ് കൊടുക്കുന്നത്. പുതുതായിട്ട് ഒരു അമ്പലത്തില് വലിയൊരു ശില്പം ഉണ്ടാക്കുന്നതിന്റെ ഓർഡർ കൂടി കിട്ടിയിരിക്കുകയാണ്. ഉത്സവത്തിന് മുൻപ് അത് തയ്യാറാക്കി കൊടുക്കണം. വാസുവിനെ കണ്ടിട്ടായിരുന്നു ആ അമ്പല കമ്മിറ്റി ആ ഓർഡർ കൊടുത്തത്. എന്നാൽ ഇത്തവണയെങ്കിലും തനിക്ക് കൂലി കൂട്ടിത്തരണമെന്ന് പറഞ്ഞതോടുകൂടി ആ മുതലാളി വാസുവിനെ വഴക്ക് പറയാൻ തുടങ്ങി. അങ്ങനെ അവർ തമ്മിൽ തർക്കമാവുകയും വാസു ആ ജോലി ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. അതേസമയം ആലപ്പുഴയില് ഉമ്മയുടെ കൂട്ടുകാരി സന്ധ്യ അവളോട് പറയുന്നുണ്ട്, കോളേജിൽ ഒരുത്തൻ തന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നു, അവന്റെ കൂടെ ചെന്നില്ലെങ്കിൽ എന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് അവൻ പറയുന്നതെന്ന്. അത് കാരണം പേടിച്ച് അവൾ ക്ലാസ്സിന് പോലും പോകുന്നുണ്ടായിരുന്നില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവളെ ഉമ്മ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മുടെ പാർട്ടി നേതാവ് ശിവരാജന്റെ അടുത്ത് തന്നെയാണ്. പണ്ടെപ്പോഴും എതിർ പാർട്ടിക്കാർ ശിവരാജനെ ആക്രമിച്ച സമയത്ത് അയാൾ അഭയം തേടി ചെന്നത് ഉമ്മയുടെ വീട്ടിലായിരുന്നു. അന്നവൾ അയാൾക്ക് വെള്ളം കൊടുക്കുകയും അവരുടെ കണ്ണിൽ നിന്ന് അയാളെ രക്ഷിക്കുകയും ചെയ്തു. അതിന് നന്ദി പറയുന്നതിനോടൊപ്പം അയാൾ പറഞ്ഞിരുന്നു എന്താവശ്യം വന്നാലും എന്റെ അടുത്തേക്ക് വരണമെന്ന്. അവൾക്ക് ഇതുവരെയും ഒരാവശ്യവും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവളുടെ കൂട്ടുകാരികൾക്ക് വേണ്ടി ശിവരാജന്റെ അടുത്ത് അവൾ എത്തിയിരിക്കുകയാണ്. കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നുണ്ട്, പേടിക്കേണ്ട കാര്യമില്ല, അവന്മാരെ എന്റെ പിള്ളേർ കൈകാര്യം ചെയ്തോളൂ എന്ന്. എന്നാൽ അയാൾ വിളിക്കുന്നത് ജോസഫിനെയും കൂട്ടരെയുമാണ്. ജോസഫിനെ കണ്ടതും ഉമ ഞെട്ടി. അവർ തമ്മിൽ നേരത്തെ തന്നെ വഴക്കാണല്ലോ. അവർ പരസ്പരം വഴക്കുണ്ടാക്കുന്ന കണ്ടതും ശിവരാജൻ പറയുന്നുണ്ട്, ഉമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വരാൻ സാധ്യതയില്ല, നീ തന്നെ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും, എന്തായാലും നീ ഇവരുടെ കൂടെ പോയി ഇവരുടെ പ്രശ്നം തീർത്തു കൊടുക്കാൻ. അങ്ങനെ ജോസഫ് അവരുടെ കൂടെ പോയി ആ പെൺകുട്ടിയെ ശല്യം ചെയ്യുന്ന ആളെ അടിക്കുകയും ആ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം വണ്ടിപ്പെരിയാറിൽ ആ വേശ്യയായ സ്ത്രീ കൊടുത്ത ധൈര്യം കാരണം നമ്മുടെ ലിക്വിഡ് ഷോപ്പിലെ നായകനാകട്ടെ 2 എണ്ണം അടിച്ചിട്ട് അന്ന് ആ പെൺകുട്ടിയെടുത്ത് പോയി തന്റെ ഇഷ്ടം തുറന്നു പറയാൻ ശ്രമിക്കുന്നു. അവൾക്ക് പതിവ് പോലെ മദ്യം കൊടുത്ത ശേഷം അവളുടെ പിറകെ ഫോളോ ചെയ്ത് പോവുകയാണ്. അവൾ കാര്യം അന്വേഷിക്കുമ്പോൾ അയാൾ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്, കല്യാണം കഴിക്കാനും ആഗ്രഹമുണ്ട്, തന്നെ പോലെ ഒരുപാട് ആൾക്കാർ എന്റെ പിന്നാലെ നടക്കാറുണ്ട്, എന്നാൽ അവരുടെയൊക്കെ ഉദ്ദേശം വേറെയാണെന്നാണ് അവൾ പറയുന്നത്. താൻ അങ്ങനെ വെറുതെ പറഞ്ഞതുമല്ല, എനിക്ക് ശരിക്കും നിന്നെ ഇഷ്ടമാ, എനിക്ക് കല്യാണം കഴിച്ചേ പറ്റൂ, എന്നാ ഞാൻ ആലോചിക്കാന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ തുടങ്ങിയതും ഒരു തവണ മുഖം ഒന്ന് കാണിക്കുമെന്ന് അവൻ ചോദിക്കുന്നു. അവൾ മുഖം കാണിച്ചതും അവൻ ഞെട്ടിപ്പോയി. കാരണം അവന്റെ വീട്ടിൽ വന്ന അതേ വേശ്യ സ്ത്രീ തന്നെയായിരുന്നു അവൾ. കഥ വീണ്ടും ട്രിവാൻഡ്രത്തേക്ക് വരികയാണ്. ഓഫീസിലൊരാളുടെ മകൻ എക്സാം പാസ്സായതിന്റെ പേരിൽ സ്വീറ്റ്സ് കൊടുക്കുന്നതിനിടയിൽ ലക്ഷ്മിക്ക് സ്വീറ്റ്സ് കൊടുത്തപ്പോൾ അവര് പറയുന്നുണ്ട് തനിക്ക് ഷുഗർ ആണെന്ന്. ഈ പ്രായത്തിലെ ഷുഗർ ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് രാമചന്ദ്രൻ അവരോട് സംസാരിക്കുന്നു. 49 വയസ്സായ രാമചന്ദ്രൻ ചിട്ടയായ ജീവിതശൈലി കൊണ്ടുപോകുന്ന കാരണം അയാൾക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. അതുപോലെ രാവിലെ എഴുന്നേറ്റ് നടക്കുകയും യോഗ ചെയ്യുക ചെയ്താൽ മതിയെന്ന് അയാൾ അവളെ ഉപദേശിക്കുന്നു. എന്തായാലും പിറ്റേന്ന് മുതൽ അവളുടെ ഉപദേശം സ്വീകരിച്ച് അയാൾ നടക്കാൻ ആരംഭിച്ചു. അവർ രണ്ടുപേരും ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെയായിരുന്നു താമസം. അതുകൊണ്ട് തന്നെ ഒരേ പാർക്കിൽ വെച്ചിട്ട് അവർ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. പിന്നീട് ഒരുമിച്ചായി അവരുടെ രാവിലത്തെ നടത്തവും എക്സസൈസും യോഗയും എല്ലാം തന്നെ. ഇവിടെ ജോലി ഉപേക്ഷിച്ച വാസുവിനോട് അമ്പല കമ്മിറ്റിക്കാർ പറയുന്നുണ്ട്, നിനക്ക് സ്വന്തമായിട്ട് ഏറ്റെടുത്ത പ്രതിമ നിർമ്മിക്കാൻ പറ്റുമെങ്കിൽ നീ അത് ചെയ്യുന്നത് നല്ലതാണെന്ന്. അയാൾ അങ്ങനെ അതിന് തയ്യാറാവുകയും അതിനു വേണ്ടിയിട്ടുള്ള ഓർഡർ പിടിക്കുകയും ചെയ്യുന്നു. അഡ്വാൻസ് തുകയൊന്നും തന്നെ കമ്മിറ്റിക്കാർ കൊടുത്തില്ല. പണി പൂർത്തിയാക്കി പ്രതിമ നൽകുമ്പോൾ മുഴുവൻ തുകയും നൽകാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രതിമ പണിയാനുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് അയാൾ സ്വന്തം വീടിന്റെ ആധാരം പണയം വെക്കുന്നു. അത് മാത്രമേ അയാൾക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നുള്ളൂ. കാശ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചെടുക്കാമെന്നാണ് അയാൾ തന്റെ ഭാര്യയോട് പറയുന്നത്. അങ്ങനെ അയാളത് പണയം വെച്ച് കാശും വാങ്ങുന്നു. ഇവിടെ പതിവ് പോലെ വീണ്ടും മദ്യം വാങ്ങാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി വന്നിരുന്നു. അവളുടെ പേര് നസീമ എന്നാണ്. നായകൻ പതിവ് പോലെ മദ്യം കൊണ്ട് കൊടുക്കാൻ നേരത്ത് അവള് ചോദിക്കുന്നുണ്ട്, തനിക്ക് എന്തു പറ്റി, എന്റെ സത്യാവസ്ഥ മനസ്സിലായി കഴിഞ്ഞപ്പോ തന്റെ പ്രേമമെല്ലാം നിന്നുപോയോ എന്ന്. എന്നാൽ അവന്റെ ഇഷ്ടത്തിനൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. ആദ്യം ഒന്ന് കണ്ടപ്പോ ഷോക്കായെങ്കിലും തന്റെ പ്രണയം അതുപോലെ തന്നെ ഉണ്ടെന്നും വിവാഹം കഴിക്കാൻ തനിക്ക് ഇപ്പോഴും താല്പര്യമാണെന്നുമാണ് അവൻ പറയുന്നത്. ഒടുവിൽ കുറച്ചുനേരം ആലോചിച്ചിട്ട് നസീമ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചുനാൾ ഒരുമിച്ചൊന്ന് സ്പെൻഡ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ ഞാൻ തന്നെ വിവാഹം കഴിക്കാം. പക്ഷെ അതുവരെ ഞാൻ എന്റെ ജോലി നിർത്തില്ല. കാരണം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് തന്റെ സ്വഭാവം മാറി താൻ എന്നെ ഇട്ടേച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കണ്ടേ. അതിനവന് സമ്മതമായിരുന്നു. എന്നാൽ വിവാഹത്തിനു മുമ്പ് അവൾ കുറച്ച് കണ്ടീഷൻ വെക്കുന്നു. അതെല്ലാം താൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ തന്നെ വിവാഹം കഴിക്കാം. ഒന്നാമത്തെ കാര്യം, ഞാൻ കസ്റ്റമേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ ബസ് സ്റ്റാൻഡിലാ. അവിടെ താൻ എന്നെ കൊണ്ടുവിടണം. പിന്നെ അന്ന് എന്റെ കൂടെ കിടന്ന തന്റെ കൂട്ടുകാരുണ്ടല്ലോ, അവരോട് താൻ തുറന്നു പറയണം താൻ എന്നെയാണ് പ്രണയിക്കുന്നതെന്ന്. അതെല്ലാം തന്നെ അയാൾ സമ്മതിക്കുന്നു. അതേസമയം ഇവിടെ രാമു ആകട്ടെ അച്ഛൻ വാസുവിന്റെ കൂടെ പോയി അവൻ ഇഷ്ടപ്പെട്ടൊരു ഷർട്ട് എടുക്കുന്നു. പിങ്ക് നിറമുള്ള ഷർട്ട്. അവനത് എടുക്കാൻ കാരണം ജാനകിക്ക് ഏറ്റവും ഇഷ്ടം പിങ്ക് നിറമായതുകൊണ്ടാണ്. പിറന്നാളായതുകൊണ്ട് തന്നെ അന്ന് സ്കൂളിൽ അവൻ അത് ഇട്ടുകൊണ്ട് പോകുന്നുണ്ട്. ബാക്കി കുട്ടികളെല്ലാം തന്നെ കളർ കണ്ട് അവനെ കളിയാക്കിയെങ്കിലും അന്ന് ആദ്യമായി ജാനകി അവനോട് വന്ന് സംസാരിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറമാണെന്നും നിന്റെ ഈ ഷർട്ട് കൊള്ളാമെന്നും പറയുകയാണ്. അവൻ ജാനകിയോട് ചോദിക്കുന്നുണ്ട്, യുവജനോത്സവ
യുവജനോത്സവത്തിന് നീ ആ പാട്ട് പാടില്ലേ എന്ന്. എന്നാൽ എനിക്കത് മുഴുവനൊന്നും അറിയില്ല എന്നാണ് അവൾ പറയുന്നത്. പഠിച്ചിട്ട് പാടിയാ പോരെന്ന് ചോദിക്കുമ്പോൾ തന്റെ വീട്ടിൽ അതിനൊന്നും അനുവാദമില്ല എന്നാണ് അവൾ പറയുന്നത്. അച്ഛന് സിനിമാ പാട്ടൊന്നും കേൾക്കുന്നത് ഇഷ്ടമല്ല, അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ചീത്തയായി പോകുമെന്ന് അച്ഛൻ പറയുന്നത്. മുഴുവൻ ലൈൻസും കിട്ടിക്കഴിഞ്ഞാൽ നീ പാടുമെന്ന് ചോദിക്കുമ്പോൾ ലിറിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പാടുമെന്നാണ് അവൾ പറയുന്നത്. അത് കേട്ടത് രാമു ആകട്ടെ അവൾ പാടാൻ ഇഷ്ടപ്പെടുന്ന ആ ദേവദാരു എന്നുള്ള പാട്ടുള്ള ചലച്ചിത്ര ഗാനങ്ങളുടെ പുസ്തകം അവൻ തേടി പിടിച്ചു വാങ്ങുന്നു. എന്നിട്ട് അവന്റെ അച്ഛൻ നിർമ്മിക്കാൻ പോകുന്ന ഗണപതിയുടെ പ്രതിമയുടെ അടുത്ത് പോയി നിന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ജാനകി തന്നോട് സംസാരിക്കണമെന്ന് അവൻ നേരത്തെ തന്നെ പ്രാർത്ഥിച്ചിരുന്നു. അത് സാധ്യമാക്കി തന്നതിൽ അവൻ ഒരുപാട് നന്ദിയും പറയുന്നു. അവൻ ആ പാഠപുസ്തകം ജാനകിക്ക് സമ്മാനിക്കുകയും യുവജനോത്സവത്തില് അവളുടെ പേര് ടീച്ചറിനോട് പറയുകയും ചെയ്യുന്നു. അതേസമയം ലക്ഷ്മി രാമചന്ദ്രനും രാവിലെ നടക്കാനിറങ്ങിയ സമയത്ത് ലക്ഷ്മി രാമചന്ദ്രനോട് പറയുന്നുണ്ട്, എനിക്കിവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ പോകണമെന്ന്. ഒറ്റയ്ക്ക് പോകാൻ വയ്യ, ഇയാളും കൂടെ വരുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം, ഒരു നേർച്ചയുണ്ട്. ഒരുപാട് പടികൾ കയറേണ്ട അമ്പലമായിരുന്നു അത്. 1 മണിക്കൂർ ദൂരമുണ്ട്, നമുക്ക് പോയി കളയാമെന്നാണ് രാമചന്ദ്രൻ പറയുന്നത്. അങ്ങനെ ആ ഞായറാഴ്ച അവർ രണ്ടുപേരും അമ്പലത്തിലേക്ക് പോകുന്നു. പടി കയറുന്ന സമയത്ത് ലക്ഷ്മി തളർന്നിരുന്നപ്പോൾ അവർക്ക് വേണ്ടി കയ്യിൽ കരുതിയിരുന്ന കരിക്കും വെള്ളം രാമചന്ദ്രൻ കൊടുക്കുന്നു. തന്നെ ഇത്രയധികം രാമചന്ദ്രൻ കയറിയെന്ന കാരണം ഒരു പ്രത്യേക ഇഷ്ടം രാമചന്ദ്രനോട് ലക്ഷ്മിക്ക് തോന്നി തുടങ്ങിയിരുന്നു. അമ്പലത്തിൽ പോയെങ്കിലും രാമചന്ദ്രനാകട്ടെ അമ്പലത്തിൽ കയറിയിരുന്നില്ല. അതിനെന്താ കാരണമെന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ രാമചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ദൈവത്തിലൊന്നും വലിയ വിശ്വാസമില്ല എന്ന്. കാരണം എന്റെ അപകടഘട്ടങ്ങളിലെല്ലാം തന്നെ എന്നെ സഹായിച്ചിട്ടുള്ളത് മനുഷ്യന്മാരാണ്, എന്റെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് ഞാൻ അവരെ തന്നെയാണ് ദൈവമായിട്ട് കണക്കാക്കുന്നത്. അതേസമയം നമ്മുടെ ലിക്വർ ഷോപ്പിലെ നായകനാകട്ടെ നസീമയും കൊണ്ട് ബസ് സ്റ്റോപ്പിലൂടെ നടന്നു പോവുകയായിരുന്നു. നായകന്റെ ഫാമിലിയെ പറ്റി ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എന്റെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ തന്നെ മരിച്ചുപോയി, ഞാനിപ്പോൾ അനാഥനാണെന്ന്. അവളെ പറ്റി ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, എനിക്ക് എന്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ല, കാരണം എന്റെ അമ്മയ്ക്കും ഇതേ ജോലി തന്നെയായിരുന്നു, പിന്നീട് എനിക്കും ഇതേ ജോലിയായി. അമ്മ ഇങ്ങനെ മരിച്ചെന്ന് ചോദിക്കുമ്പോൾ എയ്ഡ്സ് വന്നാണ് മരിച്ചതെന്നാണ് അവള് പറയുന്നത്. ഇത് കേട്ടതും അയാളൊന്ന് ഞെട്ടി. അന്ന് രാത്രി അവളെ വീടിന്റെ അടുത്ത് വിടുന്നതിന് മുമ്പ് അയാൾ പറയുന്നുണ്ട്, നീ എല്ലാ കാര്യത്തിലും സൂക്ഷിക്കണമെന്ന്. ഇവിടെ നമ്മുടെ ഉമയും ജോസഫും ആദ്യമൊക്കെ വഴക്കുണ്ടാക്കിയെങ്കിലും പിന്നീട് പതിയെ രണ്ടുപേരും പ്രണയത്തിലേക്ക് വീഴുകയാണ്. പലയിടത്ത് വെച്ചും അവർ കാണാനും സംസാരിക്കാനും തുടങ്ങി. അങ്ങനെ മൊത്തം 4 പ്രണയങ്ങളാണ് പലയിടത്തായിട്ട് നമ്മളെ കാണിക്കുന്നത്. നസീമയും അവൾ സ്നേഹിക്കുന്ന പുരുഷനും, മറ്റൊരിടത്ത് ഉമയും ജോസഫും, തിരുവനന്തപുരത്ത് നമ്മുടെ രാമചന്ദ്രനും ലക്ഷ്മിയും. എന്നാൽ നസീമയും കൊണ്ട് അവനിങ്ങനെ കറങ്ങുന്നത് അവളുടെ വീടിനടുത്തുള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉമയും ജോസഫും തമ്മിലുള്ള ബന്ധം അവന്റെ പാർട്ടിയിലുള്ള ആൾക്കാരും കണ്ടു. ഇതിനിടെ ലക്ഷ്മിയാകട്ടെ രാമചന്ദ്രനോട് പറയുന്നുണ്ട്, എന്റെ ഭർത്താവ് മരിച്ച് ഇത്രയും നാളായ ശേഷം ഞാൻ മറ്റൊരു വിവാഹം കഴിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന്. അതിലൊരു തെറ്റുമില്ലെന്ന് രാമചന്ദ്രൻ പറയുന്നു. എന്നാൽ തനിക്ക് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അവർ ചോദിക്കുന്നു. രാമചന്ദ്രൻ ആകെ ഷോക്കായിട്ട് നിൽക്കുകയായിരുന്നു. ഒന്നും മിണ്ടാതെ അയാൾ അവിടെ നിന്നും പോയി. ഉമയുടെയും ജോസഫിന്റെയും ബന്ധം പറഞ്ഞ ശിവരാജനാകട്ടെ അവരെ രണ്ടുപേരെയും വിളിച്ച് ഉപദേശിക്കുന്നു. എന്നാൽ എനിക്ക് ജോസഫിനെ സീരിയസ് ആയിട്ട് ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് തന്നെയാണ് അവൾ പറയുന്നത്. ജോസഫ് ആദ്യം ഹിന്ദു ആയിരുന്നു, പിന്നീട് കൺവേർട്ടായി ക്രിസ്ത്യനായി മാറിയതാണ്. അവരുടെ ബന്ധം സീരിയസ് ആണെന്ന് മനസ്സിലായതും ശിവരാജൻ പിന്നെ അതിനെ എതിർക്കാൻ നിന്നില്ല. നല്ലൊരു ജോലി എത്രയും പെട്ടെന്ന് നീ കണ്ടെത്തണമെന്നാണ് ജോസഫിനോട് അയാൾ ആവശ്യപ്പെടുന്നത്. അവിടുന്ന് തിരിച്ചു പോകാൻ നേരത്ത് അവൻ ഉമ്മയോട് പറയുന്നുണ്ട്, അടുത്ത ദിവസം തന്നെ ഞങ്ങൾക്കൊരു പ്രയർ ഉണ്ടെന്ന്, അതുകൊണ്ട് അന്ന് കാണാൻ പറ്റില്ലാന്ന്. എന്നാൽ ആ പ്രയറിന് ഞാനും വന്നോട്ടെ എന്ന് അവൾ ചോദിക്കുന്നു. നിനക്ക് ബോറടിക്കില്ലെങ്കിൽ നീ വന്ന് നിന്നോളാനാണ് അവൻ പറയുന്നത്. ഇവിടെ രാമചന്ദ്രന്റെ കൂട്ടുകാരാകട്ടെ ആ ലക്ഷ്മി മേഡത്തിന്റെ കാര്യം അറിഞ്ഞതും അവനോട് പറയുന്നുണ്ട്, അവര് പറഞ്ഞ സ്ഥിതിക്ക് നിനക്കെന്താ സമ്മതിച്ചാലെന്ന്. ഈ പ്രായത്തിലൊരു കല്യാണമൊക്കെ വേണമെന്ന് അവൻ ഒന്നുകൂടി ആലോചിക്കുന്നു. അതിനകത്തൊന്നും ഒരു തെറ്റുമില്ലാന്ന് അയാളുടെ കൂട്ടുകാർ പറഞ്ഞു മനസ്സിലാക്കുന്നു. എന്നാൽ അയാൾ തലേന്നൊന്നും സംസാരിക്കാതെ പോയത് കാരണം പിറ്റേന്ന് ലക്ഷ്മി ആകെ ദേഷ്യത്തിലായിരുന്നു. അയാളോട് വലുതായിട്ടൊന്നും തന്നെ സംസാരിച്ചതുമില്ല. പക്ഷെ രാത്രിയിലെ ലക്ഷ്മി വീണ്ടും അയാളെ വിളിക്കുന്നു. ഇത്തവണ അയാളുടെ കൂട്ടുകാരാണ് എടുത്ത് സംസാരിക്കുന്നത്. രാമചന്ദ്രൻ ലക്ഷ്മി ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യം തന്നെ കൂട്ടുകാര് ലക്ഷ്മിയോട് പറയുന്നു. പിന്നീട് കാണിക്കുന്ന ലക്ഷ്മിയുടെ വീടാണ്. തന്റെ മകളോട് താനൊരു വിവാഹം കൂടി കഴിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ആദ്യം ലക്ഷ്മിയുടെ മകളൊന്നും ഞെട്ടി. ലക്ഷ്മിയുടെ ആങ്ങളെ ഇതിനൊന്നും സമ്മതിക്കില്ല എന്നും അവര് വലിയ പ്രശ്നമുണ്ടാക്കും, നാട്ടുകാരൊക്കെ എന്തൊക്കെ പറയുമെന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നു. എന്നാൽ നീ വലിയ ഫെമിനിസ്റ്റ് അല്ലേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിനക്ക് ഓക്കെ ആണെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ലക്ഷ്മിയുടെ മകൾക്ക് വലിയ എതിർപ്പൊന്നും തന്നെ ഇല്ലായിരുന്നു. എന്തായാലും ഈ രാമചന്ദ്രനെ എനിക്കൊന്ന് നേരിട്ട് കാണണമെന്നാണ് പറയുന്നത്. ഇവിടെ ആലപ്പുഴയിൽ ജോസഫ് ആകട്ടെ പ്രാർത്ഥന കൂടാൻ പോയ സമയത്ത് ഉമ്മയും അവന്റെ കൂടെ അവിടെ വന്നിരുന്നു. അതിനടുത്തായിട്ടൊരു വീട്ടില് ഒരു LIC പോളിസി എടുക്കുന്ന കേസുമായിട്ട് അവളുടെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അവളെ അവിടെ വെച്ച് കണ്ടതും അയാൾ ശരിക്കും ഞെട്ടിപ്പോയി. എന്നാൽ ഒന്നും മിണ്ടാതെ അയാൾ അവിടെ നിന്നും പോയി. വീട്ടിലെത്തിയപ്പോ മുതൽ അയാൾക്ക് അവളോട് ദേഷ്യമായിരുന്നു. പതിവ് പോലെ അവളോട് മിണ്ടാനും കൂട്ടാക്കിയില്ല. ഇവിടെ ലക്ഷ്മിയുടെ മകളാകട്ടെ രാമചന്ദ്രനെ കണ്ട് സംസാരിച്ചതോടുകൂടി അവൾക്കും രാമചന്ദ്രനെ ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ഓക്കെയാണെന്ന് അവൾ അമ്മയോട് വിളിച്ച് പറയുകയും ചെയ്തു. അതേസമയം പാലക്കാട് രാമു കൊണ്ടുകൊടുത്ത ചലച്ചിത്ര പുസ്തകം നോക്കി ജാനകി പാട്ട് പഠിച്ചിരുന്നു. യുവജനോത്സവത്തിൽ ആ പാട്ട് മുഴുവൻ അവൾ നന്നായിട്ട് പാടുകയും ചെയ്തു. എന്നാൽ ഈ പാട്ട് കേട്ടുകൊണ്ട് പുറത്തുള്ളൊരു കടയിൽ അവളുടെ അച്ഛൻ നിൽപ്പുണ്ടായിരുന്നു. സ്റ്റേജിന്റെ അടുത്തേക്ക് വന്നതും തന്റെ മകളാണ് ഈ പാട്ട് പാടിയെന്നറിഞ്ഞിട്ട് എല്ലാവരുടെയും മുൻപിൽ വെച്ചിട്ട് അവളുടെ മുഖത്തടിക്കുന്നു. ഇത് ചോദ്യം ചെയ്ത അധ്യാപകരോടും അയാൾ തട്ടിക്കയറുന്നു. ഇന്ന് ഇവളിത് പാടാൻ ശ്രമിച്ചു, നാളെ ഇതിന്റെ അർത്ഥം അറിയാൻ ശ്രമിക്കും, പിന്നെ അതൊക്കെ അനുഭവിച്ചറിയാനും ശ്രമിക്കും. പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത് വലിയ പാടാ. അപ്പോൾ ഇങ്ങനത്തെ പാട്ടുകളൊന്നും അവൾ കാണുകയും പഠിക്കുകയും ഒന്നും ചെയ്യണ്ട, അവളെ ഞാൻ പഠിപ്പിക്കും
പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് സ്കൂളിലേക്ക് വിടുന്നത്. ഇതെല്ലാം കണ്ട് രാമുവിനും ആകെ ഷോക്കായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും തന്നെ ജാനകി സ്കൂളിലേക്ക് വന്നില്ല. വാസു ആകട്ടെ പ്രതിമയുടെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാമു ഓരോ തവണയും ആ പ്രതിമയുടെ അടുത്തു നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ജാനകി ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ട്. അതേസമയം നസീമയും അവൾ സ്നേഹിക്കുന്ന പുരുഷനും വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിലാണ്. അവളിങ്ങനെ ഒരാളുടെ കൂടെ കറങ്ങി നടക്കുന്നത് അവളുടെ ഏരിയയിലുള്ള ആൾക്കാരെല്ലാം തന്നെ ദേഷ്യത്തിൽ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അതേസമയം ശിവരാജൻ പറഞ്ഞിട്ട് ജോസഫിന് മൂന്നാറിലൊരു ടീ പ്ലാന്റേഷനിൽ ജോലി ശരിയായിരുന്നു. ഉമ്മയുടെ എക്സാം കഴിയുന്നിടം വരെ അവർ തമ്മിൽ ഒരു കോണ്ടാക്ട് വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ജോസഫ് ആ ജോലിക്ക് വേണ്ടി മൂന്നാറിലേക്ക് പോയി. അച്ഛൻ തന്നോട് മിണ്ടാത്തത് കാരണം ഇത്തവണ ഉമ്മ അച്ഛനോട് വന്ന് സംസാരിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ അവൾ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ അയാൾ അവളോട് അവളുടെ ജനനത്തെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. ഉമ്മയുടെ അമ്മ ഉമ്മയെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ പ്രഗ്നൻസി വളരെയധികം കോംപ്ലിക്കേഷൻ ആണെന്നും കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയണമെന്നും അല്ലെങ്കിൽ അമ്മയുടെ ജീവന് തന്നെ വലിയ അപകടമാണെന്ന്. എന്നാൽ ഉമ്മയുടെ അമ്മ അതിന് സമ്മതിച്ചില്ല. എന്തൊക്കെ വന്നാലും ആ കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 8ാം മാസം നിന്നെ എന്റെ കയ്യിലേക്ക് തന്നിട്ട് നിന്റെ അമ്മ പോയി. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് നിന്റെ അമ്മ പറഞ്ഞത് ഒരേ ഒരു കാര്യമായിരുന്നു, കുഞ്ഞിനെ പൊന്നുപോലെ നോക്കണമെന്ന്. അന്ന് എന്നെ എല്ലാവരും നിർബന്ധിച്ചതാ മറ്റൊരു വിവാഹം കഴിക്കാൻ. എന്നാൽ എനിക്ക് നീ മാത്രം മതിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറൊരു വിവാഹം പോലും കഴിക്കാതെ നിന്നെ നോക്കി വളർത്തി ഇത്രയും ആക്കി. എനിക്കിപ്പോ നിന്നെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളും ഉണ്ടാവും. ഇതെല്ലാം കേട്ട് ഉമ്മയുടെ കണ്ണ് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇനി മോൾക്കെന്താ അച്ഛനോട് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നും തന്നെ പറയുന്നില്ല. ഇവിടെ നസീമയാകട്ടെ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. പിറ്റേന്ന് രാവിലെ അവളുടെ രജിസ്റ്റർ മാരേജ് ആണല്ലോ. എന്നാൽ അവളുടെ അയൽവക്കത്തുള്ള ആൾക്കാരിൽ അവിടേക്ക് കയറി വന്ന് അവളെ ഭീഷണിപ്പെടുത്തുന്നു. നീ ഇവിടെ എന്ത് തൊഴിലാ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം. ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ അങ്ങനെ പോകാൻ സമ്മതിക്കില്ല. ഇത്രയും നാൾ ഈ വീട്ടിലേക്ക് നീ ആളെ കയറ്റിയിരുന്നില്ല. ഇപ്പൊ നീ വീട്ടിലേക്കും കയറ്റി തുടങ്ങി. അതിന്റെ പേരുള്ള വാക്കുതർക്കത്തിനിടെ അവരാകട്ടെ അവളുടെ തല ഭിത്തിയിലേക്ക് പിടിച്ചിടിക്കുന്നുണ്ട്. ബോധം കെട്ട് വീഴുന്ന നസീമയാണ് കാണിക്കുന്നത്. പിറ്റേന്ന് രാവിലെ രജിസ്റ്റർ ഓഫീസിൽ ഒരുപാട് നേരം കാത്തുനിന്നിട്ടും അവളുടെ വീട്ടിലേക്ക് അന്വേഷിച്ചെത്തുമ്പോൾ അവൻ അറിയുന്നത് അവളുടെ മരണവാർത്തയായിരുന്നു. നസീമയെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ശരിക്കും അവൻ തകർന്നു പോയിരുന്നു. കുറച്ചു ദിവസം കഴിയുമ്പോൾ തനിക്ക് ആദ്യ ശമ്പളം കിട്ടിയതിന്റെ സന്തോഷത്തിൽ ജോസഫ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ശിവരാജനും കൂട്ടർക്കും ലഡുവൊക്കെ കൊടുത്ത ശേഷം അവൻ അവിടെ ഇറങ്ങാൻ നേരത്താണ് ഒരാൾ അവനോട് വന്ന് സംസാരിക്കുന്നത്. അയാൾ ഒരു കല്യാണത്തിന് പോയിട്ട് വരികയായിരുന്നു. ആരുടെ കല്യാണമായിരുന്നു ചോദിച്ചപ്പോൾ ശരിക്കും ജോസഫ് ഞെട്ടിപ്പോയി. അത് ഉമ്മയുടെ കല്യാണമായിരുന്നു. അവളുടെ അച്ഛന് വേണ്ടിയിട്ട് അവൾ ജോസഫിനെ മറന്ന് മറ്റൊരു വിവാഹത്തിന് തയ്യാറായിരുന്നു. ഉമ്മയുടെ കല്യാണ വണ്ടി പോകുന്നത് കണ്ടുകൊണ്ട് ജോസഫിനെ നിസ്സഹായനായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കുറച്ചു ദിവസമായിട്ട് ജാനകി സ്കൂളിൽ വരാത്ത കാരണം രാമു അവളെ തിരക്കി വന്നിരുന്നു. എന്നാൽ അവളുടെ വീട്ടിൽ വന്നപ്പോഴാണ് രാമുവിനെ മനസ്സിലാകുന്നത് അവളുടെ അച്ഛൻ അവളുടെ സ്കൂൾ മാറ്റിയെന്നും അവളെ തിരുവനന്തപുരത്തുള്ള ഏതോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് അയച്ചെന്നും ഇനി ഒരിക്കലും തനിക്ക് ജാനകിയെ കാണാൻ പറ്റില്ല എന്നറിഞ്ഞതും അവൻ ആകെ സങ്കടത്തിലായി. വാസു ആകട്ടെ തന്റെ പ്രതിമയുടെ ജോലിയെല്ലാം തന്നെ പൂർത്തിയാക്കിയിരുന്നു. 2 ദിവസത്തിനകം വെച്ചിട്ടാണ് ഉത്സവം. നാളെ കാശ് കിട്ടും. അതോടുകൂടി അയാളുടെ പ്രശ്നങ്ങളും തീരും. ആ സന്തോഷത്തിലാണ് അയാൾ ഉറങ്ങാൻ കിടന്നത്. എന്നാൽ ജാനകിയെ തനിക്ക് കാണാൻ പറ്റില്ല എന്നുള്ള വിഷമത്തില് രാമു ശില്പത്തിന്റെ അടുത്തേക്ക് വന്നു നിന്ന് പരാതി പറയുന്നു. നിനക്ക് ശക്തിയുണ്ടെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ നിനക്ക് ഒരു ശക്തിയുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ നീ ജാനകി എന്റെ അടുത്തു നിന്നും അകറ്റില്ലായിരുന്നു. അതും പറഞ്ഞ ദേഷ്യത്തില് അവൻ അവിടെ ഉണ്ടായിരുന്ന കല്ലുകൾ ആ ശില്പത്തിന് നേരെ വലിച്ചെറിയുന്നു. പിറ്റേന്ന് രാവിലെ അമ്പല കമ്മിറ്റിക്കാര് ശില്പം കാണാൻ വരുമ്പോ അതിങ്ങനെ തകർന്നിരിക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ട് ശരിക്കും വാസു കുഞ്ഞ് ഞെട്ടിപ്പോയി. അവരാകട്ടെ വാസുവിനെ വഴക്കു പറയുന്നു. നിന്നെ വിശ്വസിച്ചത് തന്നെയാണ് തെറ്റ്. മര്യാദയ്ക്ക് 2 ദിവസത്തിനകം വെച്ചിട്ട് ഇതെല്ലാം ശരിയാക്കിക്കോണം. എന്നാൽ അയാൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് ശരിയാകുന്നുണ്ടായിരുന്നില്ല. നിസ്സഹായനായ അയാള് വേറെ വഴിയില്ലാതെ ആത്മഹത്യ ചെയ്യുകയാണ്. അച്ഛനെ നഷ്ടപ്പെട്ട ദുഃഖം കാരണം രാമുവിന് ദൈവത്തിലുള്ള വിശ്വാസം തന്നെ ഇല്ലാതെയായി. വാസു മരിച്ചതോടുകൂടി കടം തിരിച്ചടയ്ക്കാനാവാതെ ആ വീട് പോലും അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ അവർ ആ നാട് വിട്ടു പോകുന്നു. ഇവിടെ ലക്ഷ്മി രാമചന്ദ്രനെ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞിട്ട് അവരുടെ ആങ്ങളെയാകട്ടെ വലിയ ബഹളം ഉണ്ടാക്കുകയാണ്. ഈ വീട്ടിൽ ഇത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അമ്മ അയാളുടെ കൂടെ ജീവിക്കുമെന്ന് ലക്ഷ്മിയുടെ മകൾ പറഞ്ഞപ്പോ അയാൾ ലക്ഷ്മിയുടെ മകളെ അടിക്കുകയും ചെയ്തു. ദേഷ്യം വന്ന പെൺകുട്ടിയാകട്ടെ രാമചന്ദ്രനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നു. അച്ഛൻ ഇപ്പൊ തന്നെ വന്നിട്ട് അമ്മ ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകണം. അച്ഛനുള്ള വിളി കേട്ടതും രാമചന്ദ്രൻ പോലും ശരിക്കും ഞെട്ടിപ്പോയി. കാര്യങ്ങളെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ഞാൻ ഇപ്പൊ തന്നെ വരാമെന്നാണ് രാമചന്ദ്രൻ പറയുന്നത്. അവൻ ആകെ ടെൻഷനായി പോകുന്നത് രാമചന്ദ്രന്റെ കൂട്ടുകാരൻ കണ്ടിരുന്നു. അവരെല്ലാവരും തന്നെ രാമചന്ദ്രന്റെ പിറകെ പോകുന്നു. ലക്ഷ്മിയുടെ വീട്ടിലെത്തിയപ്പോ മകളാകട്ടെ ലക്ഷ്മിയെ മതില് ചാടിച്ച് രാമചന്ദ്രന്റെ കൂടെ പറഞ്ഞു വിടുകയാണ്. ഇത് കണ്ട ലക്ഷ്മിയുടെ ആങ്ങളെയും സംഘവും അവളുടെ പിറകെ കൂടി അവരെ ഓടിച്ചിട്ട് പിടിക്കുകയും വഴിയിൽ വെച്ചിട്ട് രാമചന്ദ്രനെ അടിക്കുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും ആൾക്കാരെ കൂട്ടിക്കൊണ്ട് രാമചന്ദ്രന്റെ കൂട്ടുകാർ അവിടേക്ക് വന്നിരുന്നു. അതോടുകൂടി ലക്ഷ്മിയുടെ ആങ്ങളെയും സംഘവും പേടിച്ച് അവിടെ നിന്നും പോയി. പിന്നീട് കാണിക്കുന്നത് ഇവർ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യ രാത്രിയാണ്. സംസാരിക്കുന്നതിനിടെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇതുവരെയും വിവാഹം കഴിക്കാഞ്ഞത് എന്താണെന്ന്. ഇതിനു മുമ്പ് ആരെയും പ്രണയിച്ചിട്ടില്ലേ എന്ന്. വിവാഹം ഇതാദ്യമാണെങ്കിലും ഞാൻ ഇതിനു മുമ്പ് പ്രണയിച്ചിട്ടുണ്ടെന്നാണ് രാമചന്ദ്രൻ പറയുന്നത്. എന്റെ സ്വദേശം പാലക്കാടാണ്. അവിടെ നിന്നും ഇങ്ങോട്ട് താമസം മാറിയതാണ്. പാലക്കാട് വെച്ച് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജാനകി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ പ്രണയിച്ചിരുന്നു. അതായത് ഈ മൂവിയിലുടനീളം രാമു എന്നൊരു കഥാപാത്രത്തെ കാണിച്ചിരുന്നില്ലേ, അത് ഈ രാമചന്ദ്രനായിരുന്നു. പിന്നീട് കുറച്ചുനാൾ ഞാൻ ആലപ്പുഴയിലുണ്ടായിരുന്നു. അവിടെ വെച്ച് ഉമ്മ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മൺ പെൺകുട്ടിയെ പ്രണയിച്ചു. അതായത് ജോസഫും ഈ രാമചന്ദ്രൻ തന്നെയായിരുന്നു. ദൈവത്തിലുള്ള വിശ്വാസം പോയിട്ട് അവനിടയ്ക്ക് ക്രിസ്തുമതത്തിലേക്ക് കൺവേർട്ട് ആയതായിരുന്നു. എന്നാൽ ആ പെൺകുട്ടി മറ്റൊരാളെ വിവാഹം കഴിച്ചു. പിന്നീട് കുറെ നാൾ കഴിഞ്ഞ് ഞാൻ വണ്ടി
വണ്ടിപ്പെരിയാറിലുണ്ടായിരുന്നു. അവിടെ വെച്ച് നസീമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ പ്രണയിച്ചു. വിവാഹം കഴിക്കാനൊക്കെ ഇരുന്നതാ, പക്ഷെ അവള് പെട്ടെന്നൊരു ദിവസം മരിച്ചുപോയി. അതായത് നസീമ സ്നേഹിച്ചിരുന്നതും ഇതേ രാമചന്ദ്രനെ തന്നെയായിരുന്നു. പിന്നീട് അവസാനമായിട്ടാണ് ഇപ്പോൾ ലക്ഷ്മിയെ കാണുകയും പ്രണയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതെന്തായാലും കല്യാണം വരെ എത്തി. മൂവിയിലുടനീളം 4 പ്രണയങ്ങൾ 4 സ്ഥലത്തായിട്ട് കാണിച്ചിരുന്നെങ്കിലും അതെല്ലാം തന്നെ രാമചന്ദ്രന്റെ ജീവിതമായിരുന്നു. എവിടെയാണ് ഈ മൂവി അവസാനിക്കുന്നത്? ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.